കേരളത്തിന്റെ ദൃശ്യചാരുതയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകളേറെയും ഇടുക്കി ജില്ലയിലാണ്. കാരണം പ്രകൃതി മനോഹാരിതയുടെ സകല സമൃദ്ധിയും സമ്മേളിച്ചിരിക്കുന്ന ഭൂപ്രകൃതിയാണിവിടം. പച്ചപ്പിന്റെയും ഇളം മഞ്ഞിന്റെയും സർവ്വസൗന്ദര്യവും ആവാഹിച്ചിരിക്കുന്ന മൂന്നാറിന്റെയും സമീപ പ്രദേശങ്ങളുടെയും കുളിർമയാർന്ന ചിത്രങ്ങൾ അതിൽ തന്നെ പ്രധാനമാണ്. കുടിയേറ്റ സംസ്കാരവും തോട്ടം മേഖലയും ശീതകാല കൃഷിയിടങ്ങളും തമിഴ് മലയാള ജീവിതങ്ങളും ആഴമേറിയ വിശ്വാസവും, അങ്ങനെ വൈവിധ്യങ്ങളുടെ വിശാലത നിറഞ്ഞ സംസ്കൃതിയാണ് മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം താലൂക്ക്. ചുരുക്കത്തിൽ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സകല സാധ്യതകളും പൂർണ്ണതോതിൽ ഉൾപ്പെടുത്തിയാലും തീരാത്തത്ര ദൈർഘ്യമേറിയ പ്രദേശമെന്ന് സാരം. എന്നാൽ പ്രാദേശികമായ ഇത്തരം തടസ്സങ്ങളൊന്നും ജനസേവനത്തിന് വഴിമുടക്കികളാവരുതെന്ന രൂപതാ നേതൃത്വത്തിന്റെ നിർബന്ധത്തിൽ നിന്ന് ഇടുക്കിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വരെ ശ്രദ്ധയൊന്നുവാൻ രൂപതാ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഉപകേന്ദ്രം മൂന്നാർ കേന്ദ്രീകരിച്ച് സ്ഥാപിതമായി. മിസ്റ്റ് എന്ന ചുരുക്കനാമത്തിൽ മൂന്നാർ ഇന്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി. വിജയപുരം രൂപതയുടെ സാമൂഹിക ശുശ്രൂഷ ദൗത്യത്തിൻ്റെ ഭാഗമായി 1961 രൂപീകൃതമായ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 2001 വിജയപുരം രൂപതയുടെ ഹൈറേഞ്ച് മേഖലയുടെ ആവശ്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാനായി മൂന്നാർ കേന്ദ്രമാക്കി ഒരു റീജിയണൽ ഓഫീസ് ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് 2014 മൂന്നാർ ഇൻ്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി മിസ്റ്റ് എന്ന പേരിൽ പ്രത്യേകമായ ഒരു സൊസൈറ്റിയും സാമൂഹിക ശുശ്രൂഷയ്ക്കായി വിജയപുരം രൂപത ആരംഭിക്കുകയുണ്ടായി. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഹൈറേഞ്ച് മേഖലയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരുവാൻ പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഇവിടെ മൂന്നാർ റീജിയൻ ഓഫീസിന് കീഴിൽ ഏറ്റവും പ്രധാനമായി വിജയപുരം സോഷ്യൽ സർവീസസ് സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. അതിൻ്റെ ബി ഷെയർ പദ്ധതി, രഹാസിസ് പദ്ധതി, മറ്റ് സാമൂഹിക ശുശ്രൂഷ പദ്ധതികൾ എല്ലാം തന്നെ നടത്തിവരികയാണ്. ഈ ഓഫീസിന് കീഴിൽ കേന്ദ്ര സർക്കാരിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് ലൈൻ പദ്ധതി അതിൻ്റെ ആരംഭകാലം മുതൽ നിലവിലുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ കുട്ടികളുടെ പുനരധിവാസത്തിനുള്ള കാവൽ പ്ലസ് പദ്ധതിയും ഈ വർഷം മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ സൊസൈറ്റി ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെക്കുക ഹൈറേഞ്ച് മേഖലയിലുള്ള എല്ലാ വ്യക്തികളുടെയും സമൂലമായ പുരോഗതിയും ഉന്നമനവുമാണ്. അടിക്കടി ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ, തോട്ടം മേഖലയിലെ തൊഴിൽ അരക്ഷിതാവസ്ഥ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ, മറ്റ് ചൂഷണങ്ങൾ, ഇവയെല്ലാം പലവിധമാണ് ആ മനുഷ്യ മനസ്സുകൾക്ക് ക്ഷതമേൽപ്പിച്ചത്. മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളാണ് അതിൽ ഗൗരവതരം. അവയിലേറെ ബാധിച്ചത് ഇളം തലമുറയെയും സ്ത്രീകളെയുമാണ്. അത്തരം ജീവിതങ്ങളെ മുഖവിലക്കെടുക്കാതെ ക്രൈസ്തവ സാമൂഹിക സംഘങ്ങൾക്ക് മനുഷ്യ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാവില്ല. പ്രയാസങ്ങൾ കേൾക്കുവാനും പരിഹരിക്കുവാനും സാധ്യമായ ഒട്ടനവധി പദ്ധതികളാണ് തന്മൂലം രൂപപ്പെട്ടിട്ടുള്ളത്. അവയുടെ മാതൃകാപരമായ പ്രവർത്തനശേഷി മിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ഇടുക്കിയുടെ വിവിധ ഇടങ്ങളിൽ പ്രായോഗികമാക്കി വരുന്നുണ്ട്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 24 മണിക്കൂറുമുള്ള ഒരു പ്രോജക്റ്റാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടുക്കി എന്ന ജില്ല വളരെ വിസ്താരം കൂടിയതാണ്. ഈ ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ
1098 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയും അതിലൂടെ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്യാം. അതനുസരിച്ച് ചൈൽഡ് ലൈൻ്റെ കോൾ സെൻറ്ററിൽ നിന്നും ചൈൽഡ് ലൈൻ്റെ സെൻറ്ററുകളിലേക്ക് കോൾ ചെല്ലുകയും ആ വിവരങ്ങൾ അതാത് സെൻറ്ററുകളിലേക്ക് അറിയിക്കുകയും അവർ അവിടെ നിന്നും ടീം മെമ്പേഴ്സ് കുട്ടികളെ ചെന്ന് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് അതാത് പോലീസ് സ്റ്റേഷനുകളിലോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിലോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകളിലോ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്യുന്നു. ചൈൽഡ് ലൈൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളാണ് ഓപ്പൺ ഹൗസ്, അവയർനെസ്, ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ. ഓപ്പൺ ഹൗസ് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെടുന്നു. അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ പഞ്ചായത്തിലെ മുഴുവനുള്ള കുട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, അതോടൊപ്പം തന്നെ പോലീസ്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരെയും ചേർത്തുകൊണ്ട് ഓപ്പൺ ഹൗസ് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുവാനും അതിനുവേണ്ടി അവർക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളിലെ പോരായ്മകൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്കൊരു നടപടികൾ ഉണ്ടാകുവാനും വേണ്ടി ഓപ്പൺ ഹൗസ് എന്ന പരിപാടി ഫലപ്രദമായി തന്നെ നടത്തുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ പരിപാടിയാണ് അവയർനെസ് എന്ന് പറയുന്നത്. ചൈൽഡ് ലൈനും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവയർനെസ് പരിപാടികൾ നടത്തുന്നു. കുട്ടികളുടെ ഇടയിലും പേരൻസിൻ്റെ ഇടയിലും ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിൽ ചൈൽഡ് ലൈൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. പോലീസും എക്സൈസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല രീതിയിൽ ബോധവൽക്കരണ പരിപാടികളാണ് ചൈൽഡ് ലൈൻ സംഘടിപ്പിച്ചു വരുന്നത്. ഔട്ട്റീച്ച് പരിപാടികളും അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഔട്ട്റീച്ച് പരിപാടികൾ എന്ന് പറയുമ്പോൾ ചൈൽഡ് ലൈൻ്റെ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ചൈൽഡ് ലൈൻ്റെ സർവീസുകളായിട്ടുള്ള മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർക്ക് വിളിച്ച് പറയുവാനും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. ദേവികുളം താലൂക്കിലെ ഈ ചൈൽഡ് ലൈൻ്റെ സബ് സെൻറ്ററിനെ നോക്കുകയാണെങ്കിൽ 6 സ്റ്റാഫുകളാണുള്ളത്. ഒരു ഡയറക്ടറും ഒരു കോർഡിനേറ്ററും 4 ടീം മെമ്പർമാരും അടങ്ങുന്നതാണ് ചൈൽഡ് ലൈൻ്റെ ദേവികുളം സബ് സെൻറ്റർ ഓഫീസ് എന്ന് പറയുന്നത്. കേരള സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചേർന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ്. പ്രത്യേക പരിഗണനയും കരുതലും വേണ്ട കുട്ടികളെ സംരക്ഷിക്കുക, ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് പുനരധിവാസം നൽകുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 3 ജില്ലകളിലായി പ്രവർത്തനം ആരംഭിച്ച കാവൽ എന്ന പദ്ധതി വിജയകരമായതോടെ അതിൻ്റെ ബാക്കിപത്രം എന്ന നിലയിൽ കാവൽ പ്ലസ് ബാക്കി 7 ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. നിലവിൽ ജില്ലയിലെ 33 പോലീസ് സ്റ്റേഷൻ്റെ പരിധികളിലായിട്ട് ഇതിൻ്റെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ്. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ 3 കൗൺസിലേഴ്സും 1 പ്രൊജക്ട് കോർഡിനേറ്ററും ഈ പദ്ധതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ശിശുക്ഷേമ സമിതി വഴി കേസുകളിൽ പെട്ടുവരുന്ന കുട്ടികൾ അവരുടെ പുനരധിവാസത്തിന് ഒരു തടസ്സമായി നിന്നിരുന്ന സമയത്താണ് കാവൽ പ്ലസ് പോലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. കാവൽ പ്ലസ് വഴി ഇതുപോലെ പഠനം പാതി വഴിക്ക് നിന്നുപോയ കുട്ടികൾ തുടർന്ന് വൊക്കേഷണൽ ട്രെയിനിങ് പോലുള്ള പ്രോഗ്രാമുകൾ കാവൽ പ്ലസ് വഴി അവർക്ക് ഒരുക്കുകയും തുടർന്നുള്ളൊരു പുനരധിവാസം ഒരുക്കുവാനും കാവൽ പ്ലസിന് സാധിക്കുന്നുണ്ട്. ഓരോ കുട്ടികളെയും വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് പുനരധിവാസത്തിനും അതുപോലെ തൊഴിൽ പരിശീലനത്തിനുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് കാവൽ പ്ലസ് വഴി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2018 ഓഗസ്റ്റ് 7 കേരളത്തെ മുഴുവൻ ഞടുക്കിയ ഒരു സംഭവമാണ് പെട്ടിമുടി ദുരന്തം. ഇടുക്കി ജില്ലയിലെ രാജമല എസ്റ്റേറ്റിൻ്റെ സമീപത്തുള്ള പെട്ടിമുടി ഡിവിഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 70ഓളം വ്യക്തികളുടെ ജീവനെടുത്ത ദുരന്തം. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സാമൂഹ്യ സേവന സംഘടനയാണ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി. ഈ ദുരന്തത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പേറുന്ന വ്യക്തികൾക്ക് സാമൂഹികവും മാനസികവുമായിട്ടുള്ള ഒത്തിരിയേറെ സഹായങ്ങൾ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് നൽകാൻ സാധിച്ചു. ഈ ദുരന്തത്തിൽപ്പെട്ട വ്യക്തികൾക്ക് മാനസികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിന് വേണ്ടി തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമ്മളവിടെ ദുരന്തത്തിൽ അകപ്പെട്ട വ്യക്തികളുടെ ട്രോമ അസസ്മെൻറ്റ് നടത്തിയത് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇവിടെ തന്നെ കൂടുതലും വസിക്കുന്നത് തമിഴ് വംശജരാണ്. ആയതിനാൽ തന്നെ തമിഴിൽ കൗൺസിലിങ്ങൾ നൽകുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് സൈക്കോളജിസ്റ്റ് അതുപോലെ തന്നെ കൗൺസിലേഴ്സിനെയെല്ലാം വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രാദേശികമായിട്ട് കൗൺസിലിംഗ് നൽകുന്ന വ്യക്തികളും ഇതിൽ ഭാഗഭാക്കായി. ഈ ദുരന്തത്തിൻ്റെ
മുറിവ് മാനസികമായിട്ട് പേറുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുനരധിവാസനവും അവരുടെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തിയതും വിജയപുരം രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇടുക്കി ജില്ലയിലെ സർവശിക്ഷ അഭിയാൻ അവരുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകളും എല്ലാം തന്നെ ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് അടിസ്ഥാനപരമായിട്ട് നഷ്ടപ്പെട്ട പല വസ്തുക്കളുണ്ട്, വ്യക്തികളുണ്ട്. ഈ കുറവുകളെല്ലാം നികത്തുന്നതിന് വേണ്ടി രൂപതയുടെ ഈ സർവീസ് സൊസൈറ്റിക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം തന്നെ അതിൻ്റെ സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട്. തുടർന്നും ഈ ദുരന്തത്തിൻ്റെ വേദന പേറുന്ന വ്യക്തികൾക്ക് ഇപ്പോഴും കൗൺസിലിങ്ങുകൾ, ടെലി കൗൺസിലിങ്ങുകൾ നമ്മുടെ സൊസൈറ്റിയുടെ കീഴിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയായ സർവീസ് സൊസൈറ്റിയുടെ മറ്റൊരു പദ്ധതിയായ ആശ്വാസ് പദ്ധതി ഈ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ബാധിക്കുകയും കോവിഡ് ബാധിച്ചതിന് ശേഷം മാനസികമായിട്ട് പിരിമുറുക്കവും മറ്റ് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആശ്വാസം നൽകുന്നതിനായി ടെലി കൗൺസിലിംഗ് സർവീസുകൾ രൂപതയുടെ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്നുണ്ട്. ആശ്വാസ് എന്ന പദ്ധതിയുടെ പേരിൽ ഒത്തിരിയേറെ വ്യക്തികൾ ഇതിലേക്ക് ഈ പദ്ധതിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ഈ മൂന്നാർ മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കിക്ക് വേണ്ടി ഇടുക്കിയുടെ പല ഭാഗങ്ങളിലായിട്ട് സാമൂഹികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് താങ്ങായിട്ട് നിൽക്കുന്നതിനും ശക്തി പകരുന്നതിനും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിച്ചു. സാമൂഹിക പുരോഗതിയുടെ പ്രധാന ഘടകം എന്നത് കുടുംബങ്ങളുടെ ഉന്നമനമാണ്. അതാവട്ടെ സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയുടെ ശേഷിയെ ആശ്രയിച്ചു. ക്രൈസ്തവ സാമൂഹിക സംഘങ്ങളെല്ലാം അവരുടെ സാമൂഹിക പുരോഗമനത്തെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ സ്ത്രീ സമൂഹത്തിന്റെ കൂട്ടായ്മകളിലൂടെയാണ് ചിട്ടപ്പെടുത്തിയത്. പിൽക്കാലത്ത് കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വരെ മാതൃകയായത് സമാന സംഘങ്ങളാണ്. കുടുംബങ്ങളെ സ്ത്രീകളിലൂടെ സാമൂഹിക ഉത്തരവാദിത്വത്തിൽ പങ്കാളികളാക്കി സമൂഹത്തെ നേരായ ദിശയിലേക്ക് നയിച്ചും സഹകരണത്തിന്റെ പുതുസാധ്യതകൾ ആവിഷ്കരിച്ചും ഇത്തരം കൂട്ടായ്മകൾ നാടിന്റെ ജീവനാഡികളായി പിന്നീട് രൂപാന്തരപ്പെട്ടു. സഭയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. വിജയപുരം രൂപതയുടെ സാമൂഹിക വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഈ സ്ത്രീ ശാക്തീകരണവും ശിശു സംരക്ഷണവും. രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇതിനുവേണ്ടി എല്ലാ തലങ്ങളിലും പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. രൂപതയുടെ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ച് തീരപ്രദേശവും നാടൻ ഉൾപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും സ്ത്രീ ശാക്തീകരണം 1961 മുതലേ സഭ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏകദേശം 100ഓളം സ്വയം സഹായക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴിയായിട്ട് കുറേ സ്ത്രീകളെ ശാക്തീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയതാണ് സംഘം. 2000 തുടങ്ങിയപ്പം ഞങ്ങൾ വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വെച്ചാണ് തുടങ്ങിയത്. അത് ഒരു 3 വർഷം അത് അങ്ങോട്ട് പ്രവർത്തിച്ചിട്ട് ഞങ്ങളത് അവർക്ക് ആ പൈസയൊക്കെ അങ്ങ് പിരിച്ചു കൊടുത്തിട്ട് പിന്നെ സംഘമാക്കിയത് പിന്നീട് സംഘമാക്കി ആക്കിക്കൊണ്ട് ഞങ്ങൾ ആദ്യം 10 രൂപ വെച്ചായിരുന്നു പിരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 20, ഇപ്പം ഞങ്ങൾ 50 രൂപയിൽ ആക്കി വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് 20 പേര് ഉണ്ടായിരുന്നു, പിന്നീട് 15 പേരായി, ഇപ്പോൾ ഞങ്ങൾ 13 പേരയിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ ബാലവേദി പിള്ളേർക്ക് ഇവിടെ ട്യൂഷൻ ക്ലാസ് കൊടുത്തു.
നല്ല പ്രവർത്തനം ബാലവേദിയിൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാലവേദിയിലെ പിള്ളേരുടെ അമ്മമാരെയും കൂടെ ഞങ്ങളുടെ സംഘത്തിലേക്ക് ചേർത്തു. ഞങ്ങൾ ഒരാൾക്ക് ഞങ്ങൾക്ക് 22,000 രൂപ വീതം നിക്ഷേപമുണ്ട്. ബാങ്കിൽ നിന്ന് ഞങ്ങൾ പല ലോണുകളും, ജയലജി ഉണ്ട് ഞങ്ങൾക്ക് 4 ജയലജി ഉണ്ട് ഞങ്ങളുടെ അതിനകത്ത് തികയാത്ത ആളുകളെ പുറത്തുനിന്ന് 2 പേരെയും കൊണ്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ ജയലജിയിലാക്കി. 4 പേര് വീതമുള്ള 4 ജയലജി കൂടി ഓരോരുത്തർക്ക് ബാങ്കിൽ നിന്ന് 1,00,000 രൂപ വീതം ഞങ്ങൾക്ക് ലോൺ തന്നു. മറ്റേ 15 പേർക്ക് ഞങ്ങൾക്ക് 10,00,000 രൂപ തന്നു. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഞങ്ങളുടെ വീടിന് വേണ്ടി, ഞങ്ങളുടെ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വീടിന് വേണ്ടി ഭർത്താക്കന്മാരെ സഹായിക്കാൻ, മക്കളെ സഹായിക്കാൻ, മക്കളെ കല്യാണം കഴിച്ച് വിടാൻ, അവരുടെ പ്രസവ ആവശ്യങ്ങൾക്ക് അവരെയൊക്കെ പറഞ്ഞു വിടാനെല്ലാം വേണ്ടി എല്ലാം ഞങ്ങളുടെ സംഘങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ടായി. ഈ സംഘം ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി വലിയ പുരോഗമനം ഉണ്ടായി. കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും എടുക്കാനെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ചേനക്കൃഷി ചെയ്തു, ഇഞ്ചി കൃഷിയൊക്കെ ഒന്നിച്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ പയറ് കൃഷി ചെയ്തു. അങ്ങനെയെല്ലാം ഞങ്ങൾ ഒന്നിച്ചു കൂടും. ഈ കൊറോണ വന്നേ പിന്നെ ഞങ്ങൾക്ക് കൂടാൻ പറ്റുന്നില്ല. മറ്റേ ഞങ്ങളെല്ലാം വ്യാഴാഴ്ചയായിരുന്നു കൂടുന്നത്. വ്യാഴാഴ്ച 3 മണിക്കായിരുന്നു ഞങ്ങൾ കൂടുന്നത്. മാസത്തിലൊരിക്കൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും എല്ലാവരും വരുവാണെന്ന് വെച്ചാൽ ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോൺ തിരിച്ചടയ്ക്കണം. അതെല്ലാം മാസത്തിൽ അടയ്ക്കേണ്ടതുകൊണ്ട് മാസം അവസാനം ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഒന്നിച്ച് വന്ന് ബാങ്കിലെ ലോൺ എല്ലാവരും കറക്റ്റായിട്ട് തരും, എല്ലാവരും തരും. അത് കറക്റ്റ് ബാങ്കിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അടയ്ക്കും. പിന്നെ ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ എടുക്കുന്ന ലോൺ തരാൻ ആർക്കും വിഷമം എന്ന് വെച്ചാൽ പൈസ ഇല്ല, ആരുടെയും കയ്യിൽ പണിയില്ല, പൈസയുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾ തന്നെയാണെങ്കിലും മറ്റേ ഞങ്ങൾ പണിക്കൊക്കെ പോയി, കൂലിപ്പണിക്കൊക്കെ പോയി ചെയ്തവരെ, കച്ചവടം നടത്തുന്നവരെ, ഞങ്ങളുടെ കീഴിൽ ഞങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് പോയി പെട്ടിക്കട നടത്തുന്നവരുണ്ട്. പിന്നെ വേറെ പലചരക്ക് നടത്തുന്നവർ, ചായക്കട നടത്തുന്നവർ, തുണി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ നൈറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും നൈറ്റിയും ചുടിദാറുകളെല്ലാം കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നവരുണ്ട് കടയിട്ടിരുന്ന്. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം നല്ലതായിട്ട് ഞങ്ങളുടെ അംഗങ്ങളെല്ലാവരും നന്നായിട്ട് ഞങ്ങൾ നൈറ്റ് മൊത്തത്തിൽ പൈങ്ങോട്ടിരുന്ന് നൈറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുത്തുകൊണ്ട് അവർ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ ലാഭം അവർക്ക് കൊടുക്കും. 10 രൂപ വെച്ച് ഓരോ നൈറ്റിക്കും ലാഭം കൊടുക്കും. 10 രൂപ ഗ്രൂപ്പിന് തരും. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് ഗ്രൂപ്പും ഈ കഴിഞ്ഞ വർഷം 2020 ഞങ്ങളുടെ ലാഭം വീതിച്ചു. ഒരു വർഷത്തെ ലാഭം വീതിച്ചപ്പോൾ മൊത്തം 50,000 രൂപ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ലാഭം വീതിക്കാൻ. അങ്ങനെ ഞങ്ങൾ ലാഭമൊക്കെ എല്ലാ വർഷവും അങ്ങനെ വീതിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കഴിഞ്ഞു കൂടുകയാണ്. ഞാൻ ആനിമേറ്ററായിട്ട് 25 വർഷത്തോളമായി അടിമാലി സെൻറ്റ് മാർട്ടിൻ ഡി പോർസ് ചർച്ചിൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പറയുവാണെങ്കിൽ സംഘങ്ങളുടെ രൂപീകരണം, ബാലവേദികൾ, ട്യൂഷൻ സെൻറ്ററുകൾ, അതുപോലെ തന്നെ ഇപ്പം ഒരു 8 വർഷത്തോളമായി ചൈൽഡ് ലൈനിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സമഗ്രമായ വികസനത്തെ ഉദ്ദേശിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 20 വർഷമായ സംഘങ്ങൾ നമ്മൾക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സംഘങ്ങൾ വഴി സ്ത്രീകളുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, അതുപോലെ തന്നെ സ്വയം തൊഴിലുകൾ എല്ലാം രൂപവൽക്കരിക്കാനായിട്ട് ഇതുവഴി സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേലധികാരികൾക്ക് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്ന് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും താങ്ങായി തുണയായി ഞങ്ങൾക്കൊടൊപ്പം ഉണ്ട്. സംഘങ്ങളെല്ലാം നല്ല സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും അതുവഴി സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും എല്ലാ സംഘങ്ങൾക്കും, അതുപോലെ തന്നെ ബാലവേദി കുട്ടികളായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാലവേദിയിലുള്ള കുട്ടികളൊക്കെ പഠിച്ചിട്ട് ഡോക്ടറായവരുണ്ട്, എഞ്ചിനീയർമാരായിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് കടന്നു വരുമ്പോൾ അവർ കാണാൻ സാധിക്കുന്നത്, അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് ഈ ബാലവേദിയിൽ അംഗമായിട്ടുള്ളതുകൊണ്ട് അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനായിട്ട് ഈ ബാലവേദി വഴി അവർക്ക് സാധിച്ചിട്ടുണ്ട്. മൂന്നാർ ഇന്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി വിവിധ ഏജൻസികൾ വഴി ലഭ്യമാക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് പുറമെ സാമൂഹിക സേവനത്തിന് തനത് സാമ്പത്തിക സാധ്യതകളും തേടുന്നുണ്ട്. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മൂന്നാർ മേഖലയിൽ
സൊസൈറ്റിയുടെ ഓഫീസിനോട് ചേർന്നുള്ള വിശാലമായ മുറികൾ, മിതമായ നിരക്കിൽ സഞ്ചാരികൾക്കും കുടുംബയോഗങ്ങൾ, സംഘടനകൾ, മറ്റ് യാത്രികർക്കും ടൗണിനോട് ചേർന്ന സുരക്ഷിതമായ സൗകര്യത്തോടെ താമസത്തിനും മറ്റും നൽകുക വഴി ലഭിക്കുന്ന വരുമാനം സാമൂഹിക കർത്തവ്യത്തിനായി സംഘം വിനിയോഗിക്കുന്നു. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള AC മിസ്റ്റ് എന്ന ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 15ഓളം വർഷമായി. ഇവിടെ ഏകദേശം 80ഓളം പേർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാൾ, അതുപോലെ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം അങ്ങനെയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്നത് വിശ്വാസികളായ ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇവിടെ കടന്നു വരികയും അവരുടെ കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ ജന്മദിനം, വിവാഹ വാർഷികം എന്നിവയെല്ലാം ഇവിടെ വന്ന് അവർ ആഘോഷിക്കാറുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്നു. വരും നാളുകളിൽ ഇടുക്കിയുടെ ആവശ്യങ്ങൾ പഠനവിധേയമാക്കി ഒട്ടേറെ പദ്ധതികൾ സൊസൈറ്റി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങളും ഔഷധ സസ്യകൃഷിയും അതിൽ പ്രധാനമാണ്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം ചേർന്ന് സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് അവരെ നയിക്കുവാൻ വ്യത്യസ്ത ഇടപെടലുകളാണ് സംഘം നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ സംഘത്തിന്റെ പങ്കാളിത്തവും ഏറെ ശ്രദ്ധേയമാണ്. സജീവമായ ഒരു പ്രസ്ഥാനവും അവിടുത്തെ സന്നദ്ധ സേവകരും അക്ഷീണം പ്രവർത്തിക്കുക വഴി ഇടുക്കിയുടെ സാമൂഹിക ക്രമത്തിലുണ്ടായ വികസനവും വികാസവും പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടാറില്ലെങ്കിലും മനുഷ്യ മനസ്സുകളിൽ അവയുടെ വ്യാപ്തി വലുതാണ്. മിസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അത് നൽകുന്ന ഊർജം 10 മടങ്ങും.